നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ IPL ട്രേഡുമായി ബന്ധപ്പെട്ട് ക്രിക്ബസ് പുറത്തുവിട്ടത് LSEയിൽ നിന്ന് ഷാർദുൽ താക്കൂറിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കാൻ പോകുന്നു. തിരിച്ച് അങ്ങോട്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായ അർജുൻ ടെണ്ടുൽക്കറെ കൊടുക്കും എന്ന വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ലെന്നേ, മുംബൈ ഇന്ത്യൻസ് അവരുടെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, മറ്റൊരു ട്രേഡിൽ കൂടി മുംബൈ ഇന്ത്യൻസ് ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റാരുമല്ല, മായങ്ക് മാർക്കണ്ടയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവർ സമീപിച്ചിട്ടുണ്ട് ലെഗ് സ്പിന്നറെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോൺവെർസേഷൻ അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ 28-കാരനായിട്ടുള്ള മായങ്ക് മാർക്കണ്ടെ, അദ്ദേഹത്തിൻ്റെ IPL ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ 2018 മുംബൈ ഇന്ത്യൻസിലൂടെ തന്നെയാണ്. വീണ്ടും അദ്ദേഹം തിരികെ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇഫ് ഓൾ ഗോസ് വെൽ ദി ട്രേഡ് കുഡ് അനൗൺസ്ഡ് സൂൺ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഏതായാലും ഇത് മറ്റേതെങ്കിലും താരം ഇതിൽ ഇൻവോൾവ് ആണോ, സാബ്ഡിയിലാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാനുള്ള സാധ്യതയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. KKR റിസ്റ്റ് സ്പിന്നറായിട്ടുള്ള മായങ്ക് മാർക്കണ്ടയെ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ സ്വന്തമാക്കിയത് 30 ലക്ഷം രൂപക്കാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ ഗെയിം പോലും അവർ അവസരം കൊടുത്തിട്ടുമുണ്ടായിരുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പം MIക്ക് ഓൾറെഡി 2 റിസ്റ്റ് സ്പിന്നേഴ്സ് ഉണ്ട്, വിഘ്നേഷ് പുതൂരും അതുപോലെ തന്നെ കരൺ ശർമ്മയും. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് മാർക്കണ്ട കൂടി വരുമ്പോൾ കൂടുതൽ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഡീലിൻ്റെ ഗുണം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാർക്കണ്ട മാത്രമല്ല മറ്റൊരു ലെഗിയെ കൂടി MI ഇപ്പോൾ അവരുടെ റഡാറിൽ വെച്ചിട്ടുണ്ട്. അത് രാഹുൽ ചാഹറാണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞു. അതേസമയം ചാഹറിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഈ ഒരു ഇൻട്രസ്റ്റ് മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിപ്പോൾ പറയാൻ പറ്റില്ല. SRHനെ സംബന്ധിച്ചിടത്തോളം ചാഹറിൻ്റെ കാര്യത്തിൽ അവരത്ര കൺവിൻസ്ഡ് അല്ല. കഴിഞ്ഞ തവണ അവർ അദ്ദേഹത്തെ 3.2 കോടിക്കാണ് സ്വന്തമാക്കിയത്. എന്നിട്ട് ഇൻട്രാസ്കോഡ് ഗെയിംസിൽ അത്ര മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ആകെ ഒറ്റ മത്സരമാണ് കഴിഞ്ഞ തവണ അവരദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുള്ളത്. സോ MIയുടെ തീരുമാനം എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം MIയുടെ ഈ ഒരു ഇൻട്രസ്റ്റ് ചാഹറിൻ്റെ കാര്യത്തിൽ വന്നാലും അതിലും അത്ഭുതപ്പെടേണ്ടതില്ല. നേരത്തെ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട്, MIയിൽ കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഇതാ ട്രേഡ് വിൻഡോ ഇപ്പോൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. മായങ്ക് മാർക്കണ്ടെ അതുപോലെ തന്നെ രാഹുൽ ചാഹർ എന്നിവരിൽ മുംബൈ ഇന്ത്യൻസിന് താല്പര്യം. മായങ്ക് മാർക്കയുടെ ട്രേഡ് അധികം വൈകാതെ നടന്നേക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.